പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ എക്സലന്റ് ട്യൂട്ടോറിയൽസ് ഈ വർഷവും SSLC പരീക്ഷയിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിച്ചിരിക്കുകയാണ്. പേരിന് മാത്രം ഹരിശ്രീയുള്ള അക്ഷരങ്ങൾ എഴുതിക്കുട്ടി വായിക്കാൻ പോലും അറിയാത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന ചില ട്യൂട്ടോറിയലുകൾ ഈ നാടിന്റെ അപമാനമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിച്ചുകൊള്ളുന്നു. ഇത്തവണ SSLC പരീക്ഷയിൽ 80% മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ 80% മാർക്ക് നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറിയ നമ്മുടെ മണിച്ചേട്ടന്റെ പൊന്നോമന പുത്രി കുമാരി PK രമണിയെ ആദരിക്കുവാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. PK രമണിയെ അനുമോദിക്കുന്നതിനായി, പൊന്നാടയണിയിച്ച് അനുമോദിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീ MLA ഗോപിച്ചേട്ടനെ ഞാൻ ക്ഷണിച്ചോളൂ. കേക്കും പൊന്നാടും മുന്നും പിന്നും നോക്കാതെ ഞാൻ കായിൽ തുപ്പല് തൊടില്ലാന്ന് അറിയാലോടാ സുധാരാനക്ക്. അറിയാം. 100% പലിശ. പക്ഷെ എനിക്കത് വരവ് നാളിൽ തന്നെ കിട്ടണം. മുടക്കം വരുത്തിയ നിന്നെ ഞാൻ പൂട്ടും, നിന്റെ കാളേജിൽ ഞാൻ പൂട്ടും. ആശാനെ, 6 മാസത്തിനുള്ളിൽ ആശാന്റെ മുതലും പലിശ ഞാൻ ഇവിടെ കൊണ്ടു തന്നിരിക്കും. ആശാൻ എന്നെ വിശ്വസിക്കേ. നിന്റെ കോളേജിലെ കച്ചവടം തരക്കേടില്ല എന്ന് അറിഞ്ഞോണ്ടാ നിനക്കിപ്പം ഞാൻ കായണ്ണി തരണത്. കുഞ്ചേ, കൊടുത്ത നാളെ 1152 മിഥുനം 12, കിട്ടേണ്ടത് 1152 വൃശ്ചികം 12. സുധാരാ, ആ ചെക്കൂടെ നീ ഒന്ന് എഴുതി കൊടുത്തേക്ക്. കുഞ്ചോ, ഇതങ്ങ് പണ്ടാരപ്പെട്ടിയിൽ വെച്ചങ്ങ് പൂട്ട്. ആശാനെ. അതാണ് ശശി സാറ്. വീടുകൾ തോറും കയറി ഇറങ്ങി ട്യൂഷൻ എടുക്കലാണ് മൂപ്പര പണി. ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കും. നമ്മളെ സുന്ദര പണിക്കര് ഒന്ന് ചാടിക്കാൻ നോക്കിയതാ, നടന്നില്ല. ഇവന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ട്? ഫാന്റാസ്റ്റിക് ആണ്. എന്നാ മുട്ടി നോക്ക് പോ. ഓക്കെ സാറേ, 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 അവിടെ സാറേ, 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 എന്നെ ഒന്ന് 4 മുക്ക് കവലയിലാക്കി തരാ. കയറിയോ? അവിടെ വിട്ടാ മതി, അതിന്റെ അപ്പുറത്ത്. ആയിക്കോട്ടെ. എന്റെ പൊന്നു സുബ്രഹ്മണ്യ സ്വാമി, എന്റെ മുറ്റത്തുനിന്ന് വിളിച്ചാൽ പോലും സ്വാമിക്ക് എന്നെ വിളി കേൾക്കാം. പിന്നെ എന്തിനാ ദിവസവും ദിവസവും അങ്ങയുടെ തിരുമുമ്പിൽ വരുന്നതെന്ന് അങ്ങക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ് ഒരു കൈത്താങ്ങ്. വീട്ടിലെ ചീത്ത കേട്ട് മടുത്തു. എന്തെങ്കിലും ഒരു ജോലി. ടൈപ്പ് റൈറ്റിംഗ് ഒന്നും വേണമെന്നില്ല, കണക്കെഴുത്തായാലും മതി. പിന്നെ കാണിക്കിടാൻ പോലും നയ്യാ പൈസ ഇല്ല. കൈവിടരുത്, ഇതൊരു അപേക്ഷയാ. എടി ശകുന്തളെ, നീ തലകുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. വന്ന് മഴയ്ക്ക് മുമ്പ് നെല്ല് ഉണക്കാൻ നോക്ക്. ഒന്ന് മനസ്സമാധാനിട്ട് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കില്ല അമ്മ. അമ്മ എന്തിനിങ്ങനെ നടന്ന് ഒച്ച വെക്കുന്നത്? മതി പ്രാർത്ഥിച്ചൊക്കെ. ഓ പിന്നെ തഹസിൽദാർ ഉദ്യോഗം ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവരാൻ പോവാല്ലേ എന്റെ പൊന്നുമോള്. മഴയ്ക്ക് മുമ്പ് ഒന്ന് നെല്ല് ഉണക്കാൻ നോക്ക്. കരിനാക്കെടുത്ത് വളയ്ക്കണ്ട. എംപ്ലോയ്മെന്റിന് ലെറ്റർ ഉടനെ എത്തും, നോക്കിക്കോ. പിന്നെ കറിക്കരയ്ക്കാൻ തേങ്ങയില്ലാണ്ട് ഇരിക്കായിരുന്നു. ഓ
ഈ അമ്മയുടെ ദാരിദ്ര്യം കേട്ട് കേട്ട് കാത് കഴിച്ചു. പിന്നെ തുക്കടി സാഹിബിന്റെ മോളല്ലേ? അമ്മയ്ക്കിപ്പൊ തൊട്ടിന് പിടിച്ചതിനൊക്കെ എന്റെ അടുത്താ കുറ്റം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യണ്ടല്ലോ, തിഥിയായിട്ടൊക്കെ കൊണ്ടുവരുന്നല്ലേ. പറഞ്ഞാലോ വലിയ കാളിയത്തെ തറവാടാ. അടുപ്പെരിയണമെങ്കിലേ ദേ സുബ്രഹ്മണ്യ സ്വാമി കനിയണം. അമ്മ നല്ല കാലൊക്കെ വരും അമ്മ. ഓ എംപ്ലോയ്മെന്റ് തോന്നുന്നു. കോളടിച്ചല്ലോ. ഇതും പോയാ? ക്ലാസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ ടീച്ചറെ. സാറേ, ശശി സാറ്, കെ ശശീന്ദ്രൻ. നമസ്കാരം സാർ. നമസ്കാരം. കണ്ടിട്ടില്ലെങ്കിലും സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാർ ഈ ഹരിശ്രീയിലേക്ക് വരുന്നത് ഈ സ്ഥാപനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് നന്ദി സാർ. സ്റ്റുഡൻസ് വളരെ കുറവാണ്, റിസൾട്ട് മോശമാ. ചാക്കോ എല്ലാ കാര്യങ്ങളും സാറിന്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ശശി സാറുടെ കയ്യിലാണ് ഇനിയെല്ലാം. ഇവിടെ കൂടെ നിന്ന് ആ എക്സലൻസ് പണിക്കരുടെ ക്ലാസ് നമുക്ക് പൂട്ടിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? അതൊക്കെ പൂട്ടി പടം മടക്കി കൈ തരില്ലേ? അല്ല സാറേ. അല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, നമ്മൾ എന്തിനത് പൂട്ടിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ വിജയം താനേ നമ്മുടെ കയ്യിൽ വരും. പിന്നെ സാറേ, എന്റെ ശമ്പളത്തിന്റെ കാര്യം. ഇവിടെ എല്ലാവർക്കും 60 രൂപയാണ്. പക്ഷെ സാറിന് വേണ്ടി മാത്രം ഞാൻ 100 രൂപ ആക്കിയിട്ടുണ്ട്. അയ്യോ, അത് പറ്റില്ല സാറേ. 200 രൂപയ്ക്ക് കട്ടായം കിട്ടണം. ഏതാണ് സാർ എന്റെ ആദ്യത്തെ ക്ലാസ്? 3ാമത്തെ ക്ലാസ്സാ. സൂക്ഷിക്കണം സാറേ, കുഴപ്പക്കാരാ. എന്നാ ശരി സാറേ. 200 ഒരു കൂടുതലേ അല്ല. ഇംഗ്ലീഷ് അല്ലേ, കൊടുക്കേണ്ടി വരും. എന്റെ പേര് ശശീന്ദ്രൻ TK. ഞാനാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? സാറേ, ഇംഗ്ലീഷ് എന്നല്ല, ഞങ്ങൾക്ക് ഒന്നും പഠിക്കാൻ ഇഷ്ടമല്ല. പിന്നെ വീട്ടിലെ അച്ചാലമ്പാണ് സാറേ. അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഒരുങ്ങിട്ടി വരുന്നത്, അല്ലടാ? അതെ സാറേ. സാർ വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ മഹാ തല്ലിപ്പൊളികളാണെന്നൊരു കത്ത് സാർ പ്രിൻസിപ്പളിനും കൊടുക്കും. പ്രിൻസിപ്പളെ കത്ത് പുറയിൽ കൊടുത്താ ഇന്ന് രാവിലെ ഞങ്ങളിവിടെ ഒന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പ്ലീസ് സാറേ, പ്ലീസ് സാറേ, പ്ലീസ് സാറേ. എന്താണ് നിന്റെ അച്ഛന്റെ പണി? അബൂബക്കർ സാഹിബിന്റെ കടപ്പുരയിൽ നെല്ല് പതിക്കലാണ് ഉമ്മാന്റെ പണി. നിന്റെയോ? സാറേ, എന്നെക്കാളും തല്ലിപ്പൊടിയാണ് എന്റെ അച്ഛൻ. സാറേ, ഇതാ ഇപ്പൊ കാരമുക്ക് ഷാപ്പിൽ പോയാൽ കാണാം. എന്നാ സഹായിച്ചു കളയാം. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേൾക്കാൻ പറ്റാത്തവർ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇറങ്ങിപ്പോകുമ്പോ ഒരു കാര്യം ഓർത്തോ, 10-12 വർഷം കഴിയുമ്പോ നീയൊക്കെ കാരമുക്ക് ഷാപ്പിലോ കളപ്പൂരിലോ കിടന്ന ജീവിതം തൊലഞ്ഞു പോവേ ഉള്ളൂ. എടാ, നീയൊക്കെ ചെറുപ്പമാണ്, ബുദ്ധി ഓർക്കാത്ത പ്രായം. 4 ലക്ഷം ഇപ്പൊ പഠിച്ച തലയിലിരിക്കും. ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട, വേണമെങ്കിൽ മതി. ഇവിടെ എല്ലാരും ശ്രദ്ധിച്ചോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹത്തിന്റെ കവിത സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. സുധാര സാറേ, കോളേജിൽ പുതിയ സാറ് വന്നോ? Whose woods these are? I think I know. His house is in the village though. He will not see me stopping here to watch his woods fill up with snow. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല, കവി വുഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? സാറേ, സാറിന്റെ സെലക്ഷൻ സൂപ്പറാ. മരങ്ങൾ. എന്ത് ടാലന്റ് ആയിട്ടാ കുട്ടികളൊക്കെ ക്ലാസ്സിലിരിക്കുന്നേ. ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീരായിട്ടൊരു സാറ് ക്ലാസ് എടുക്കുന്ന കാണുന്നത്. ഇങ്ങനെ ഒരാൾ തന്നെ കണ്ടുപിടിച്ച എന്തായാലും വളരെ നന്നായി. ഇവിടെ ആരാണ് കവി, എവിടെയാണ് സഞ്ചരിച്ചത്, എന്താണ് കണ്ടിരിക്കുന്നത്, ആ കാഴ്ചയ്ക്കുണ്ടായ അനുഭവം. ശശി സാർ ഇവിടെ പൊളിക്കും, പൊളിച്ചടുക്കും. ഇതേപോലെ കണക്കും കൂടെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചറെ കിട്ടിയ എക്സലന്റ് പൂട്ടും. വിശ്വസിക്കുന്നു. സുന്ദര പണിക്കരേ,
സാറിനോട് തെണ്ടും ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾക്കത് മനസ്സിലാവും